ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈല ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നിസാർ. എല്ലാവർക്കും സ്വാഗതം. യെസ്, നമ്മുടെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് എന്ന ചാപ്റ്റർ ആണ്. നമ്മൾ വെബ് ഡിസൈനിങ് യൂസ് HTML എന്ന ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇനി പഠിക്കാനുള്ള ചാപ്റ്ററാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇതിനകത്തുള്ള എല്ലാ കോൺസെപ്റ്റുകളും നമ്മുടെ ഈ പറഞ്ഞ ടോപ്പിക് വൈസ് ഉള്ള കാര്യങ്ങളും അതോ കോൺസെപ്റ്റും അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. മക്കൾ എല്ലാവരും എന്ത് ചെയ്യും മക്കളെ, നിങ്ങൾ ഈ ഒരു ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്റെ കൂടെ പഠിച്ചു വരിക. അപ്പൊ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും വൺ ഷോട്ട് റിവിഷൻ ഇങ്ങനെ തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ മാക്സിമം അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ സ്റ്റാർട്ട് ചെയ്യല്ലേ. ആദ്യമായിട്ട് എന്താണ് സ്ക്രിപ്റ്റ് എന്ന് പറയാം? സ്ക്രിപ്റ്റ് അല്ലെ, സ്ക്രിപ്റ്റ്. വാട്ട് യു മീൻ ബൈ സ്ക്രിപ്റ്റ്? എന്താണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ? സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പ്രോഗ്രാം കോഡ് ഒരു HTML പ്രോഗ്രാമിനുള്ളിൽ കൊടുക്കുന്നു. നമ്മൾ HTML പ്രോഗ്രാം കഴിഞ്ഞ ചാപ്റ്റർ വരെ പഠിച്ചായിരുന്നു. വെബ് ടെക്നോളജിയിലും വെബ് ഡിസൈനിങ് യൂസ് HTML പഠിച്ചായിരുന്നു. അപ്പൊ അത്തരത്തിൽ നമ്മളൊരു പ്രോഗ്രാം കോഡ് ആണെങ്കിൽ പ്രോഗ്രാം കോഡ് ഒരു HTML പ്രോഗ്രാമിനുള്ളിൽ കൊടുക്കുന്നു. അതിനെ എന്ത് വിളിക്കാം? സ്ക്രിപ്റ്റ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ സ്ക്രിപ്റ്റ് ആണെങ്കിൽ രണ്ട് ടൈപ്സ് ഉണ്ട്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗും ഉണ്ട്, സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗും ഉണ്ട്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിനകത്തുള്ള അഥവാ നമ്മുടെ ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിന്റെ ഏറ്റവും വെരി ഗുഡ് എക്സാമ്പിൾ ആണ് ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് വെബ് ഡെവലപ്പിംഗിലെ ഏറ്റവും ആവശ്യമുള്ള ഒരു ലാംഗ്വേജും കൂടിയാണിത് ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ജാവാ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത ആരാണ്? ബ്രണ്ടൻ ഈച്ച് ആണെങ്കിൽ 1995 ജാവാ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ആക്കിയത് കേട്ടോ. അത് ഓർത്തിരിക്കുക. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി കേട്ടോ, വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഈ ജാവാ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആയിക്കോട്ടെ, അപ്പൊ സ്ക്രിപ്റ്റ് നമുക്ക് പ്രോഗ്രാമിൽ ഉൾക്കൊള്ളണം അല്ലെങ്കിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഉപയോഗിക്കുന്ന ടാഗ് ആണ് സ്ക്രിപ്റ്റ് ടാഗ്. അപ്പൊ സ്ക്രിപ്റ്റ് ടാഗിനുള്ളിൽ കൊടുക്കുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് ലാംഗ്വേജ് ആട്രിബ്യൂട്ട്. അപ്പൊ ഏത് ലാംഗ്വേജ് ആണ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്, ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് അവിടെ പറയേണ്ടത് അല്ലെങ്കിൽ മെൻഷൻ, അല്ലെങ്കിൽ ഏത് VB സ്ക്രിപ്റ്റ് ആണോ ജാവാ സ്ക്രിപ്റ്റ് ആണോ, ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് അവിടെ പറയേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എഴുതേണ്ടതെങ്കിൽ അവിടെ എന്ത് കൊടുക്കാം? ലാംഗ്വേജിന്റെ വാല്യൂ ആയിട്ട് എന്ത് കൊടുക്കാം? ജാവാ സ്ക്രിപ്റ്റ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് സ്കിൽ ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിരിക്കട. ജാവാ സ്ക്രിപ്റ്റിന്റെ കോഡുകൾ എന്ത് ചെയ്യാം? ഈ സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പണിംഗിന്റെയും ക്ലോസിംഗിന്റെയും എടുത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് ആട്രിബ്യൂട്ടായിട്ട് എന്ത് കൊടുക്കാം? ജാവാ സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജാവാ സ്ക്രിപ്റ്റിന്റെ കോഡുകൾ എന്ത് കൊടുക്കാം? ഇതിന്റെ ഓപ്പണിംഗിന്റെയും ക്ലോസിംഗിന്റെ ഇടയ്ക്ക് കൊടുക്കാം. ഇതെങ്ങനെ റൈറ്റ് ചെയ്യാം നോക്കാം. HTML കോഡിലെങ്കിൽ കൊടുക്കാം. HTML ഹെഡ് ടൈറ്റിൽ കൊടുത്തു, ദെൻ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ക്ലോസ് ചെയ്തു, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു, ഹെഡ് ടാഗിനുള്ളിൽ കൊടുക്കുക കേട്ടോ. ദെൻ ബോഡി ഓപ്പൺ ചെയ്തു, സ്ക്രിപ്റ്റ് ലാംഗ്വേജസ് ജാവാ സ്ക്രിപ്റ്റ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഹായ് വെൽക്കം ടു ജാവാ സ്ക്രിപ്റ്റ്. എന്താണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ജാവാ സ്ക്രിപ്റ്റ് അഥവാ ജാവാ സ്ക്രിപ്റ്റ് കോഡിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് കണ്ടന്റ്സിനെ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ C++ COT എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, C++ COT ഉപയോഗിക്കുന്നുണ്ട്. ദെൻ PHP നമ്മൾ പഠിക്കുന്നുണ്ട്, എക്കോ പഠിക്കുന്നുണ്ട്, പ്രിന്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് മക്കളെ? ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ആണെന്ത്? പ്രിന്റ് ചെയ്യാൻ സഹായിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. അതൊന്ന് ഓർത്തിരിക്കണേ. ജസ്റ്റ് സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുക, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ടാഗ് ക്ലോസ് ചെയ്തു. പരിപാടി കഴിഞ്ഞില്ലേ? യെസ്, ഓക്കെ. അപ്പൊ അതേപോലെ ഹായ് വെൽക്കം ടു ജാവാ സ്ക്രിപ്റ്റ് പ്രിന്റ് ആയിട്ട് വന്നു. ക്ലിയർ? യെസ്. പിന്നെ പഠിക്കേണ്ടതാണ് ജാവാ സ്ക്രിപ്റ്റ് ഫംഗ്ഷൻ അല്ലെ. ഇപ്പൊ C++ നമ്മൾ പഠിച്ചായിരുന്നു, റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ് ലിസ്റ്റ് പഠിച്ചായിരുന്നു. അതേപോലെ ജാവാ സ്ക്രിപ്റ്റിലും ഉണ്ട്. എങ്ങനെയാണ് ജാവാ സ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ് ലിസ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കാം, ദെൻ ഫംഗ്ഷൻ ബോഡി. മറ്റേ എന്താണ് നമ്മുടെ C++ കൂട്ട് തന്നെ നമ്മൾ ഫംഗ്ഷൻ കൊടുത്തു. ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തു. ഫംഗ്ഷന്റെ പേരെന്ത് കൊടുത്തു? പ്രിന്റ് എന്ന് കൊടുത്തു. പ്രിന്റ് എന്ന് കൊടുത്തു. ദെൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഹായ്, ദെൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് വെൽക്കം, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ജാവാ സ്ക്രിപ്റ്റ്. അപ്പൊ ഈ പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ ഏതൊക്കെയാണ് മക്കളെ? ഈ 3 സ്റ്റേറ്റ്മെന്റ്സുകളാണ്. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റ്സുകളും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചായിരുന്നു C++ ഫംഗ്ഷൻസിന്റെ ബോഡിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷന്റെ ബോഡിക്ക് പുറത്ത് വന്നിട്ട് ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം.
ഇവിടെ വെക്കാം. ഇതിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇതാണ് മക്കളെ ഫംഗ്ഷന്റെ ബോഡിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ ബോഡിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷന്റെ ബോഡിക്ക് പുറത്ത് വന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഫംഗ്ഷന്റെ പേരെന്താ മക്കളെ? പ്രിന്റ് എന്നാണ്. പ്രിന്റ് എന്ന് പറഞ്ഞാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ ബോഡിക്ക് പുറത്ത് വന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ ഇതാണ് മക്കളെ എന്ത് ഈ ജാവാസ്ക്രിപ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നേ കേട്ടോ. ഓക്കെ, പിന്നെ പഠിക്കേണ്ടതാണ് ഡേറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഡേറ്റ ടൈപ്സിലൊക്കെയാണ് നമ്പർ ഉണ്ട്, സ്ട്രിംഗ് ഉണ്ട്, ബൂളിയൻ ഉണ്ട്. നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾ നമ്പേഴ്സ്, പോസിറ്റീവ്, നെഗറ്റീവ്, ഫ്രാക്ഷണൽ, നോൺ ഫ്രാക്ഷണൽ നമ്പേഴ്സ്, ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ് ഉണ്ട്, ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സ്, എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സിന് എല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറിലാണ്. നമ്മൾ C++ൽ ഇന്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഐറ്റം പഠിച്ചായിരുന്നു. ഇന്റിജർ നമ്പർ ആണെങ്കിൽ ഇന്റ് ഡേറ്റ ടൈപ്പും, ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ ഫ്ലോട്ട് ടൈപ്പും പഠിച്ചായിരുന്നു. അപ്പൊ എല്ലാ നമ്പേഴ്സും, എല്ലാ പോസിറ്റീവ് നെഗറ്റീവ് ഫ്രാക്ഷണൽ നോൺ ഫ്രാക്ഷണൽ നമ്പേഴ്സുകളെല്ലാം റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഏത് ടൈപ്പിലടാ? നമ്പർ ടൈപ്പിലായിരിക്കും. ഫോർ എക്സാമ്പിൾ 10 - 1001, 3.14 -1.6 ഇതൊക്കെ എന്താണ് എക്സാമ്പിൾസ് ഓഫ് നമ്പർ ആട്ടോ. നെക്സ്റ്റ് നോക്കാം സ്ട്രിങ്. സ്ട്രിങ് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. എന്താണ് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്? ഏത് ക്യാരക്ടേഴ്സും കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന എല്ലാം നമ്മളെ ക്യാരക്ടേഴ്സുകളാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, സ്പെഷ്യൽ സിമ്പിൾസ്, ഇതെല്ലാം കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ നിന്നും മൊബൈലിന്റെ കീബോർഡിൽ നിന്നും ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നതാണല്ലോടാ. യെസ്, അപ്പൊ അതെല്ലാം എന്താണ് ക്യാരക്ടേഴ്സ് ആണ്. ആ ക്യാരക്ടേഴ്സിനെ എല്ലാം ഡബിൾ കോട്ട്സിൽ കൊടുക്കുകയാണ്. ഡബിൾ കോട്ട്സ് കൊടുക്കുകയാണ്. ഇതേപോലെ സ്കൂള് 100 ഒരിക്കലും നമ്പർ അല്ല, 100 ഡബിൾ കോട്ട്സിലാണ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയുകയാണ് 2, ഇത് ഏത് ടൈപ്പാണ്? നമ്പർ ടൈപ്പാണ്. അതേപോലെ ഇങ്ങനെ കൊടുക്കുകയാണ് 2 ഡബിൾ കോട്ട്സ് കൊടുക്കുകയാണ്. അപ്പൊ 2 ഈസ് എ സ്ട്രിങ് ആണ്. അപ്പൊ ഡബിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുന്നുണ്ടോ, ഡബിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുന്നുണ്ടോ, ഡബിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുന്നുണ്ടോ, വീണ്ടും വീണ്ടും പറയാണ് ഡബിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുന്നുണ്ടോ അതെന്താ നമ്മളെ സ്ട്രിങ് ആയിരിക്കും കേട്ടോ, മറക്കല്ല്. നെക്സ്റ്റ് എടുത്ത് നോക്കാം ബൂളിയൻ. ബൂളിയൻ എന്ന് പറയുമ്പോൾ ട്രൂ ഓർ ഫോൾസ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ a is equal to true. A is equal to true. അപ്പോൾ A is എന്താണ്? ബൂളിയൻ ടൈപ്പ് ആയിരിക്കും. ക്ലിയർ? യെസ്, മറന്നു പോകല്ലേ, ഈ കാര്യങ്ങൾ മറന്നു പോകല്ലേ കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം വേരിയബിൾ ഇൻ ജാവാസ്ക്രിപ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ സ്ഥിരം വരുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഈ ജാവാസ്ക്രിപ്റ്റിൽ വേരിയബിൾസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന ഒരു കീവേഡ് ആണ് വാർ. എന്നാണ് വാർ കീവേഡ്. അപ്പൊ വാർ കീവേഡ് ഉപയോഗിച്ചിട്ടായിരിക്കും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത് കേട്ടോ. വാർ, സ്മോൾ വാർ ഉപയോഗിച്ചിട്ടായിരിക്കും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ രണ്ട് വേരിയബിൾസ് എയും ബിയും ആണെങ്കിൽ വാർ a, b. നമ്മൾ C++ൽ എങ്ങനെയായിരുന്നു? C++ൽ ഇന്റ് a, b എന്ന് കൊടുത്തിരുന്നു. ഇന്റ് a, b എന്ന് കൊടുത്തായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ് മക്കളെ? വാർ a, b എന്ന് കൊടുക്കാം. വാർ a, b എന്ന് കൊടുത്തു. എയുടെ വാല്യൂ 3.14, ബിയുടെ വാല്യൂ ട്രൂ എന്ന് കൊടുത്തു. ക്ലിയർ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ വേരിയബിൾ എങ്ങനെ കൊടുക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്. പിന്നെ പഠിക്കേണ്ടതാണ് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഫസ്റ്റ് വൺ ഈസ് പ്ലസ് ഓപ്പറേറ്റർ. പ്ലസ് ഓപ്പറേറ്റർ. ദെൻ നമുക്ക് ഒരു വാല്യൂ എന്താണ്, 2 വാല്യൂസിനെ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്ലസ്. പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. 2 വാല്യൂസ്, ഇപ്പം എയുടെ വാല്യൂ ഇപ്പോൾ എയുടെ വാല്യൂ ഇപ്പോൾ എയുടെ വാല്യൂ ഇപ്പോൾ 10, ബിയുടെ വാല്യൂ ഇപ്പോൾ 2 ആണെന്ന് വിചാരിക്കുക. a + c 10 + 2 എത്ര മക്കളെ? 12. ഇങ്ങനെ ഒരു എക്സാമ്പിൾ സഹിതം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാം ഓപ്പറേറ്റേഴ്സ് പ്ലസ് മൈനസ് സ്റ്റാർ എന്ന് അറിയാം. പക്ഷെ എക്സാം പേപ്പർ നോക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഒരു ഇംപ്രഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? മാക്സിമം എക്സാമ്പിൾ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ എന്താണ് മക്കളെ? അപ്പൊ 10 + 2 എന്താണ്? 12. എക്സാമ്പിൾ കറക്റ്റ് ആയിരിക്കണം, പൊട്ടത്തിൽ എഴുതി വെക്കില്ല കേട്ടോ. യെസ്. നെക്സ്റ്റ് 10 + 2 12 ആകും. നെക്സ്റ്റ് a - b എന്ന് പറയുമ്പോൾ 10 - 2 എത്ര മക്കളെ? 8 ആകും അല്ലെ? യെസ്. സ്റ്റാർ ആകുമ്പോൾ സ്റ്റാർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? മൾട്ടിപ്ലിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ട്? കാരണം അവിടെ നമുക്ക് ഈ പറഞ്ഞ കീബോർഡിൽ ഇൻറ്റു സിമ്പൽ ഇല്ല, എക്സ് സിമ്പലേ ഉള്ളൂ. എക്സ് എന്താ നമുക്ക്? അത് ആൽഫബറ്റ് ആണ്. അപ്പൊ ഇൻറ്റു സിമ്പൽ അവിടെ പ്ലസും മൈനസും കൂടി ഇൻറ്റു സിമ്പൽ ഉണ്ടോ? ഇല്ല. അതിന് വരെ എന്തേ ഉള്ളു? സ്റ്റാറേ ഉള്ളു അല്ലെ? യെസ്. അപ്പൊ എന്താണ് മക്കളെ? യെസ്. 10 × 2 എത്രടാ? 20. നെക്സ്റ്റ് എടുത്ത് നോക്കാം a/b. ഓക്കെ, സ്ലാഷ് എന്താണ്? ഡിവിഷൻ ആണ്. 10നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര മക്കളെ? 5 കിട്ടും. നെക്സ്റ്റ് മോഡുലസ്. മോഡുലസ് എന്താ മക്കളെ?
10നെ 2 കൊണ്ട് അടിക്കുമ്പോൾ റിമൈൻഡർ കിട്ടൂടാ, യെസ് 0 കിട്ടും. പ്ലസ് പ്ലസ് വൈ എക്സ് പ്ലസ് പ്ലസ് വൈ പ്ലസ് ഇതിന് മുന്നേ ആണ്. അപ്പോൾ വൈ എന്ന് പറയുമ്പോൾ ഇവിടെ വൈ ആണല്ലോ, ഇവിടെ എ കൊടുക്കും. ഇവിടെ വൈക്ക് വരെ സാറ് എ കൊടുക്കും കേട്ടോ, വൈക്ക് വരെ സാർ എടുക്കും. ഇവിടെ വൈക്ക് വരെ സാർ എ കൊടുക്കുവാണ് കേട്ടോ. ഇവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക കേട്ടോ, ഇവിടെ എടുക്കും. ഇപ്പൊ പ്ലസ് പ്ലസ് എ ആണ്, എയുടെ വാല്യൂ 10 ആണ്. ആദ്യം എയുടെ വാല്യൂ എങ്ങോട്ട് കൊടുക്കും മക്കളെ? എയുടെ വാല്യൂ ആദ്യം ഇൻക്രിമെന്റ് ചെയ്യും. എയുടെ വാല്യൂ ആദ്യം ഇൻക്രിമെന്റ്, എയുടെ വാല്യൂ 10 ആണ്. 10 പ്ലസ് പ്ലസ് 10 എന്ന് പറയുമ്പോൾ 10ന്റെ വാല്യൂ എത്ര മക്കളെ? 11. അപ്പൊ എയുടെ വാല്യൂ 11 ആവും. 11 ഇങ്ങോട്ട് അസൈൻ ചെയ്യും മക്കളെ. 11 ആണെങ്കിൽ എക്സിലോട്ട് അസൈൻ ചെയ്യും. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര ഇവിടെ? 11 ആകും. നെക്സ്റ്റ് നോക്കാം, എക്സ് മൈനസ് മൈനസ് എന്ന് പറയാൻ ആദ്യം എയുടെ വാല്യൂ നമ്മളെ മൈനസ് ആവും. അഥവാ എയുടെ വാല്യൂ 1 കുറയും. അപ്പൊ എയുടെ വാല്യൂ എത്ര നമ്മളെ? 9 ആണ്. 9 എങ്ങോട്ട് അസൈൻ ചെയ്യും? എക്സിലോട്ട് അസൈൻ ചെയ്യും. എക്സിന്റെ വാല്യൂ എത്രടാ? 9 ആവും. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിരിക്കുക. നെക്സ്റ്റ് നോക്കാം, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാടാ നോക്കാം. അസൈൻമെന്റ് ഓപ്പറേറ്റർ ഒരു വാല്യൂ നമുക്ക് അസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. പേ ഇസിക്കൽ ടു ബി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എ ഇസിക്കൽ ടു ബി എന്ന് പറയുകയാണ്. എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ ഇപ്പോൾ 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എ ഇസിക്കൽ ടു ബി എന്ന് പറഞ്ഞിരിക്കട എയുടെ വാല്യൂ ബിയിലോട്ട് അസൈൻ ചെയ്തു. അപ്പോൾ എയുടെ വാല്യൂ എത്ര നമുക്ക്? എയുടെ വാല്യൂ 2 ആയി. സോറി, എയുടെ വാല്യൂ അല്ല, ബിയുടെ വാല്യൂ എയിലോട്ട് അസൈൻ ചെയ്തു. ജസ്റ്റ് എ പ്ലസ് ഈക്വൽ ടു ബി അഥവാ പ്ലസ് ഈക്വൽ ടു എന്താ മീനിങ്? എ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ വാല്യൂ എത്ര നമുക്ക്? എയുടെ വാല്യൂ 10 ആണ്. 10 പ്ലസ് 2, എയുടെ വാല്യൂ 10 ആണ്. പ്ലസ് ബിയുടെ വാല്യൂ 2 ആണ്. അപ്പൊ 10 പ്ലസ് 2 എത്ര നമുക്ക്? 12. ജസ്റ്റ് എ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി. 10 മൈനസ് 2 എത്രടാ? 8. ജസ്റ്റ് എ ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി. 10 ഇൻറ്റു 2 എത്രടാ? 20. എ ഇസ് ഈക്വൽ ടു എ ഡിവൈഡ് ബൈ ബി. 10 ഡിവൈഡ് ബൈ ബി എത്രടാ? 5. ജസ്റ്റ് എ ഇസ് ഈക്വൽ ടു എ മോഡുലസ് ബി. 10 മോഡുലസ് 2 എത്രടാ? 10നെ 2 കൊണ്ട് അടിക്കുമ്പോൾ റിമൈൻഡർ ഇവിടെ 5 കിട്ടും, സോറി 0 കിട്ടും. ഓക്കെ, ഓർത്തിരിക്കുക. നെക്സ്റ്റ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് സെയിം തന്നെ. എന്താ മക്കളെ? എയുടെ വാല്യൂ ഇപ്പോൾ 10 ആണെന്ന് വിചാരിക്കുക, ബിയുടെ വാല്യൂ ഇപ്പോൾ 5 ആണ്. നോക്കാം, ഈക്വൽ ടു എയുടെ വാല്യൂ ബിയുടെ വാല്യൂ ഈക്വൽ ആണോ? അല്ല, ഫോൾസ് ആണ്. 10 5 ഈക്വൽ അല്ലാതെ ഫോൾസ് ആണ്. നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു എയുടെയും ബിയുടെയും വാല്യൂ നോട്ട് ഈക്വൽ ആണോ? 10 5 നോട്ട് ഈക്വൽ വാല്യൂസ് ആണോ? ഈക്വൽ വാല്യൂസ് അല്ലല്ലോ. അപ്പൊ എന്താണ്? ട്രൂ ആണ്. നെക്സ്റ്റ് എ ലെസ് ദാൻ ബി. 10 5 ചെറുതാണോ? 10 5 ചെറുതല്ല, അത് ഫോൾസ് ആണ്. നെക്സ്റ്റ് എ ഗ്രേറ്റർ ദാൻ ബി. 10 5 വലുതാണോ? ഗ്രേറ്റർ ദാൻ 10 5 വലുതാണ്, കണ്ടീഷൻ ട്രൂ ആണ്. നെക്സ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതാണ്, അതായത് എ ബിയേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആണോ? ചെറുതാണ്. ചെറുതും അല്ല ഈക്വലും അല്ല, ഫോൾസ് ആണ്. നെക്സ്റ്റ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. എയുടെ വാല്യൂ എത്ര നമ്മളെ? 10 ആണ്. 10 2 വലുതോ അല്ലെങ്കിൽ ഈക്വൽ ആണോ? 10 2 വലുതാണ്, കണ്ടീഷൻ ട്രൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെയാണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓർ നോട്ട്. ആൻഡ് വരുമ്പോൾ എല്ലാ കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ മാത്രം റിസൾട്ട് ട്രൂ ആകത്തുള്ളൂ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ഫോൾസ് ആണെങ്കിൽ റിസൾട്ട് ഫോൾസ് ആകും. ഓർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ റിസൾട്ട് ട്രൂ ആകും. എല്ലാ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഓറൽ ഫോൾസ് ആകത്തുള്ളൂ കേട്ടോ. ജസ്റ്റ് നോട്ട് ആണെങ്കിൽ ട്രൂ ആണെങ്കിൽ ഫോൾസ് ആകും, ഫോൾസ് ആണെങ്കിൽ ട്രൂ ആകും. അതൊന്ന് ഓർത്തിരിക്കണേ. ജസ്റ്റ് സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മക്കളെ എന്ത്? സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം, എക്സിന്റെ വാല്യൂ ജാവ എന്നാണ്, വൈയുടെ വാല്യൂ സ്ക്രിപ്റ്റ് എന്ന് കൊടുത്തത്. രണ്ടും സ്ട്രിങ്സ് കേട്ടോ. ഇത് സ്ട്രിംഗ് ആണ്, ഇത് സ്ട്രിംഗ് ആണ്. ഓക്കെ, ഇവിടെ നോക്കാം, എക്സിന്റെ വാല്യൂ ഡബിൾ കോട്സ് ജാവ, വൈയുടെ വാല്യൂ ഡബിൾ കോട്സ് സ്ക്രിപ്റ്റ് കൊടുത്തു. അപ്പൊ z ഇസിക്കൽ ടു x പ്ലസ് y എന്ന് പറയുമ്പോൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് z എന്ന് പറയുമ്പോൾ എന്ത് റിട്ടേൺ ആവും? z എന്ത് വാല്യൂ കിടപ്പുണ്ട്? 2 സ്ട്രിംഗ് ഉടങ്ങ് ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ഒട്ടിച്ച് വെച്ചു. അപ്പൊ എന്താ അറിയടാ? ജാവ സ്ക്രിപ്റ്റ് എന്നായി. ജാവ സ്ക്രിപ്റ്റ് എന്നായി. ക്ലിയർ? സെറ്റ് ആണോ? ഇപ്പൊ 2 സ്ട്രിംഗ് നമുക്ക് കമ്പൈൻ ചെയ്യിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? നമ്മുടെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ ജാവ സ്ക്രിപ്റ്റ്. ജാവ സ്ക്രിപ്റ്റിലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സുകളൊക്കെയാണ് സെയിം ആ C++.
C++ന്റെ സെയിം വർക്കിന് തന്നെയാണ് മാറ്റം കേട്ടോ. ഫസ്റ്റ് ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കറസ്പോണ്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, അല്ല എങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 അഥവാ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും അല്ലെ. സെയിം വർക്ക് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, അല്ല കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതേപോലെ സ്വിച്ച് ബ്ലോക്ക്, സ്വിച്ച് നോക്കാം. സ്വിച്ച് എക്സ്പ്രഷനും കേസ് വാല്യൂസ് ആയിട്ട് കമ്പയർ ചെയ്തു, അതിന്റെ കറസ്പോണ്ടിങ് അഥവാ എക്സ്പ്രഷനും കേസ് വാല്യൂസ് ആയിട്ട് മാച്ച് ആയെങ്കിൽ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. സെയിം തന്നെ. ഫോർ ലൂപ്പ്, ഫോർ ഇനിഷ്യലൈസേഷൻ, കണ്ടീഷൻ, അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. അതായത് നമുക്ക് കണ്ടീഷൻ ഇനിഷ്യലൈസേഷൻ കൊടുത്തു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് അഥവാ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, ദെൻ അപ്ഡേറ്റിലോട്ട് പോകും, ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും, വീണ്ടും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ കറങ്ങിപ്പോ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡി ഓഫ് ദി ലൂപ്പ് വരത്തുള്ളൂ, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പിന് വെളിക്കോട്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് വൈൽ ലൂപ്പ് ഉള്ളതാണ്. വൈലും ഇനിഷ്യലൈസേഷൻ ഉണ്ട്, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പിന് വെളിക്കോട്ട് പോകും. സെയിം വർക്കിംഗ് കേട്ടോ, സെയിം വർക്കിങ്ങിന് മാറ്റമൊന്നുമില്ല. നെക്സ്റ്റ് നോക്കാം, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിന്റെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസുകൾ മക്കളേക്കടാ. ഫസ്റ്റ് വൺ ഈസ് അലർട്ട് ഫംഗ്ഷൻ. എന്താ അലർട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്ക്രീനിൽ നമുക്കൊരു വാർണിംഗ് മെസ്സേജ് പോലൊക്കെ ആണെങ്കിൽ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് മക്കളെ എന്ത് അലർട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ. യെസ്, നെക്സ്റ്റ് ഈസ് ഞാൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ നമ്പർ എന്നാണ്. ഗിവൺ നമ്പർ നമുക്ക് ഗിവൺ വാല്യൂ, ഗിവൺ സ്ട്രിങ്ങിലുള്ള വാല്യൂ അപ്പ് എന്താണ് ഈ ഞാൻ ജസ്റ്റ് വേറെ സ്ലൈഡ് വെച്ച് തരാം, സ്ട്രിങ്ങുടെ ക്ലിയർ ആയിട്ടുള്ളൂ. അലർട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ സ്ക്രീനിൽ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് അലർട്ട് ഫംഗ്ഷൻ എന്ന് പറയാൻ. അപ്പൊ അലർട്ടിന്റെ ബ്രാക്കറ്റ് എന്ത് കൊടുക്കാം, വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് കൊടുത്തു, അതുകൊണ്ട് ഇതേപോലെ സ്ക്രീനിൽ ഒരു വാർണിംഗ് മെസ്സേജ് വരും അല്ലേ. നെക്സ്റ്റ് എടുത്ത് നോക്കാം, ഈസ് ഞാൻ ഫംഗ്ഷൻ ഫുൾ ഫോം ആണ് ഈസ് നോട്ട് എ നമ്പർ എന്നാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ സ്ട്രിങ് ഇതിന്റെ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് ഒരു സ്ട്രിങ് കൊടുക്കുന്നുണ്ട്, ആ സ്ട്രിങ്ങിലുള്ള കണ്ടന്റ് നമ്പർ അല്ല എങ്കിൽ ശ്രദ്ധിക്കുക, ഈസ് നോട്ട് എ നമ്പർ എന്നാണ്, നമ്പർ അല്ല എങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, നമ്പർ ആണ് എങ്കിൽ നമ്പർ അതിനകത്ത് സ്ട്രിങ് ആണ് എങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഇവിടെ ഓർത്തിരിക്കണം, മറക്കല്ലേ. നെക്സ്റ്റ് ടു അപ്പർ കേസ് ഫംഗ്ഷൻ. ടു അപ്പർ കേസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഗിവൺ സ്ട്രിങ്ങിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും, അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ എക്സ് ജാവാസ്ക്രിപ്റ്റ് എന്നാണ്, ഈ ജാവാസ്ക്രിപ്റ്റ് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും മക്കളെ, ടു അപ്പർ കേസ് ഉപയോഗിച്ച് എല്ലാത്തിനെയും ക്യാപിറ്റൽ ലെറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ് ടു ലോവർ കേസ്, നേരെ തിരിച്ച് നമ്മളെ ഇതിനെ എല്ലാ ലെറ്റേഴ്സിനെയും ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ക്യാരറ്റ്, പർട്ടിക്കുലർ പൊസിഷൻ ഓഫ് ദി ക്യാരക്ടർ. ഓക്കെ, ഇത് ഇൻഡെക്സ് വാല്യൂ വെക്കാം 0 1 2 3 4 5 6 7 7. അവിടെ വരാം. അപ്പൊ ക്യാരറ്റ് ഓഫ് 4, ക്യാരറ്റ് ഓഫ് 4 എന്ന് പറയുന്നത് ഫോർത്ത് പൊസിഷൻ നോക്കില്ലേ എസ് ആണല്ലേ, അപ്പൊ എസ് റിട്ടേൺ ആയിട്ട് വരും. നെക്സ്റ്റ് ലെങ്ത് പ്രോപ്പർട്ടി. ലെങ്ത് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ്, ഒരു സ്ട്രിങ്ങിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ലെങ്ത് പ്രോപ്പർട്ടി. അപ്പൊ എക്സ് ഡോട്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് 1 2 3 4 5 6 7 8 9 10 ക്യാരക്ടേഴ്സ്. അപ്പൊ 10 ആയിരിക്കും ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റാണോ? 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 പറയൂ. സെറ്റാണോ? യെസ്. നെക്സ്റ്റ് ഇവന്റ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. ഇവന്റ്സ് ചോദിക്കാറുള്ളതാണ്. ഇവന്റ്സ് എങ്ങനെ ഓൺ ക്ലിക്ക്, നമുക്ക് എന്താണ് ഒരു യൂസർ ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇവന്റ് ആണ് ഓൺ ക്ലിക്ക്. ഓൺ മൗസ് സെന്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മൗസ് പോയിന്റർ ഉണ്ടല്ലോ, മൗസ് പോയിന്റർ ഒരു ഒബ്ജക്റ്റിലോട്ടോ ഏതെങ്കിലും ഒരു ഫോൾഡറിലോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒബ്ജക്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു ഇവന്റ് ആണ് ഓൺ മൗസ് സെന്റർ. ഓൺ മൗസ് ലീവർ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഔട്ട് ഓഫ് ആൻ ഒബ്ജക്റ്റിൽ നിന്നാണെങ്കിൽ മൗസ് പോയിന്റർ മൂവ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു ഇവന്റ് ആണ് ഓൺ മൗസ് ലീവ്. ഓൺ കീ ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു കീബോർഡിൽ നിന്ന് കീ റിലീസ് ചെയ്യുമ്പോൾ അല്ല കീ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഇവന്റ് ആണ് നമുക്ക് എന്ത് ഓൺ കീ ഡൗൺ. ഓൺ കീ അപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു കീബോർഡിൽ നിന്ന് കീ റിലീസ്, നമ്മളെ കീബോർഡിൽ പ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്തില്ല മക്കളെ, ആ ഒരു ഇവന്റ് ആണ് എന്ത് ഓൺ കീ അപ്പ്. ഒക്കെ ഓർത്തിരിക്കുക, ഓൺ ക്ലിക്ക്, ഓൺ മൗസ് സെന്റർ, ഓൺ മൗസ് ലീവ്, ഓൺ കീ ഡൗൺ, ഓൺ കീ അപ്പ് കേട്ടോ. ജസ്റ്റ് ഓർത്തിരുന്നേ.
ജസ്റ്റ് എടുത്ത് പറഞ്ഞാണ് നമുക്ക് വേസ് ടു ആഡ് സ്ക്രിപ്റ്റ് ടു വെബ് പേജ്. നമുക്ക് സ്ക്രിപ്റ്റ് നമുക്ക് ഏതൊക്കെ വേസിൽ നമുക്ക് വെബ് പേജിലോട്ട് ആഡ് ചെയ്യാം. ഫസ്റ്റ് വണ്ണാണ് ഇൻസൈഡ് ബോഡി. നമുക്ക് ബോഡി ടാഗ് ഓപ്പണിങ്ങിന്റെ ഉള്ളിലും ബോഡി ടാഗ് ക്ലോസിങ്ങിന്റെയും ഇടയ്ക്ക് എന്ത് കൊടുക്കാം? സ്ക്രിപ്റ്റിംഗ് കോഡ് കൊടുക്കാം കേട്ടോ. സ്ക്രിപ്റ്റ് ഇവിടെ ബോഡി ടാഗ് ക്ലോസ് ചെയ്തേക്ക് കേട്ടോ. ഇവിടെ ബോഡി ടാഗ് ക്ലോസ് ചെയ്തേക്കുകയാണ്. അപ്പൊ ബോഡി ടാഗ് ഓപ്പണിങ്ങിന്റെയും ബോഡി ടാഗ് ക്ലോസിങ്ങിന്റെയും ഇടയ്ക്ക് എന്ത് കൊടുക്കാം? സ്ക്രിപ്റ്റിംഗ് കോഡ്. എന്നാണ് സ്ക്രിപ്റ്റിംഗ് കോഡ് കൊടുക്കാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഇൻസൈഡ് ഹെഡ് ടാഗ് ഓപ്പണിങ്ങിന്റെയും ഹെഡ് ടാഗ് ക്ലോസിങ്ങിന്റെ ഇടയ്ക്ക് കൊടുക്കാം സ്ക്രിപ്റ്റിംഗ് കോഡ് കൊടുക്കാം. അതല്ലാതെ വേറെ ആയിട്ടുണ്ട് എക്സ്റ്റൽ ജാവാസ്ക്രിപ്റ്റ് ഫയല് നമ്മൾ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ആൻഡ് ഇത്രയും കോഡുകൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ആ ജാവാസ്ക്രിപ്റ്റ് കോഡിന് ഒരു ഫയൽ നെയിം കൊടുത്തു. ഫോർ എക്സാമ്പിൾ ചെക്ക് data.js എന്ന് പറഞ്ഞ .js എക്സ്റ്റൻഷനിൽ എന്താണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ആ ഫയലിന്റെ പേര് നമ്മളെ .js അഥവാ ചെക്ക് data.js എന്നാണ് ആ ഫയലിന്റെ പേര്. ആ ഫയലിന്റെ ലിങ്ക് അവിടെ കൊടുത്ത മക്കളെ മറ്റൊരു ജാവാസ്ക്രിപ്റ്റ് ഫയലിൽ കൊടുക്കുന്നു അല്ലെങ്കിൽ കോഡിൽ കൊടുക്കുന്നു. അതിനെ എന്ത് വിളിക്കാം? എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഇതിനകത്തുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വളരെ അടുത്ത ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, യെസ്. ഓക്കെ, സേ 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ആദ്യം പറയാൻ പോകുന്നത്. പ്രെഡിക്ട് ദ ഔട്ട്പുട്ട് ഓഫ് ദി ഈസ് ഞാൻ ഓഫ് 1 2 3. സേ 2025 അടുത്ത ഏറ്റവും റീസെന്റ് എക്സാം കേട്ടോ. ഈസ് ഞാൻ ഓഫ് 1 2 3 ഡബിൾ കോട്ട്സിൽ 1 2 3 ആണ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഈസ് ഞാൻ ഓഫ് ഡബിൾ കോട്ട്സിൽ 1 2 3 ആണ്. പറഞ്ഞായിരുന്നു ഈസ് നോട്ട് എ നമ്പർ എന്നാണ്. സ്ട്രിങ്ങിൽ തന്നിരിക്കുന്ന ആർഗ്യുമെന്റ് നമ്പർ അല്ല എങ്കിൽ അവിടെ എന്ത് റിട്ടേൺ ആവും? ഫോൾസ് റിട്ടേൺ ആവും. നമ്പർ അല്ല എങ്കിൽ എന്താ നമ്മളെ അവിടെ ട്രൂ റിട്ടേൺ ആവും. ഇവിടെ നമ്പർ അല്ലേ, ഇവിടെ നമ്പർ ആണെങ്കിൽ ഫോൾസ് റിട്ടേൺ ആയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ടു പർപ്പസ് ഓഫ് പ്ലസ് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. രണ്ട് പർപ്പസ്, നമ്മുടെ പ്ലസ് ഓപ്പറേറ്റർ രണ്ട് പർപ്പസ്. അതായത് ഫസ്റ്റ് അരിത്തമെറ്റിക് അഡീഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 2 + 3 എത്ര നമ്മളെ 5 നമ്പറിനെ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മളെ സ്ട്രിംഗ് ജോയിനിങ് സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 2 ഡബിൾ കോട്ട്സ് കൊടുത്തു, 3 ഡബിൾ കോട്ട്സ് കൊടുത്തു, 23 അഥവാ രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് വെച്ചു. അപ്പൊ ഇതാണ് ഇതിന്റെ രണ്ട് യൂസ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. നെക്സ്റ്റ് റൈറ്റ് ജാവാസ്ക്രിപ്റ്റ് കോഡ് ടു ഡിസ്പ്ലേ ദ നമ്പേഴ്സ് ഫ്രം 1 to 100. വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അതുകൊണ്ട് 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ ഇപ്രാവശ്യം എടുത്ത് റിപ്പീറ്റ് വയ്ക്കുക കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെങ്ങനെ റൈറ്റ് ചെയ്യാം? 1 തൊട്ട് 100 വരെ എങ്ങനെ പ്രിന്റ് ചെയ്യാം? നമ്മളെ മറ്റേ C++ ചെയ്യത്തില്ല, അതേ കോൺസെപ്റ്റ് തന്നെയാണ്, മാറ്റൊന്നും കേട്ടോ. ഏകദേശം നോക്കാം. HTML ടാഗ് ഓപ്പൺ ചെയ്തു, ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്തു, ജാവാസ്ക്രിപ്റ്റ് ഒരു ടൈറ്റിൽ കൊടുത്തു, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. ദെൻ ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഐ കൊടുത്തു. ദെൻ ഐയുടെ വാല്യൂ എവിടെ പോലെ മക്കളെ? ഐയുടെ വാല്യൂ ഇവിടെ 1 തൊട്ട് 100 വരില്ലേ മക്കളെ? ഇവിടെ ഞാൻ ഇവിടെ 100 കൊടുത്തു. ദെൻ ഐയുടെ വാല്യൂ 1 മുതൽ I less than or equal to 100. ഡോക്യുമെന്റ് ഐ റൈറ്റ് ഐ അഥവാ ഓരോരോ വാല്യൂസ് പ്രിന്റ് ചെയ്തു. ദെൻ ബ്രേക്ക് ലൈൻ കൊടുക്കുമ്പോൾ ഓരോ 1 2 3 ഇങ്ങനെ താഴെ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബ്രേക്ക് ലൈൻ കൊടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വെക്കാം I + 1 മീനിങ് എന്തുവിടാ? I = I+1. അതായത് ഐയുടെ വാല്യൂ 1 ഇൻക്രിമെന്റ് ചെയ്ത് പോകും. ദെൻ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ടാഗ് ക്ലോസ്. ഓക്കെ, ക്ലിയർ? അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദ യൂസസ് ഓഫ് ദി ഫോളോയിങ് ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻസ്. താഴെ നൽകിയ ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻസിന്റെ യൂസുകൾ. ഫസ്റ്റ് വൺ ഈസ് അലർട്ട് ഫംഗ്ഷൻ, ഈസ്റ്റാൻഡ് ഫംഗ്ഷൻ, ക്യാരറ്റ് ഫംഗ്ഷൻ. അലർട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മെസ്സേജ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാർണിംഗ് മെസ്സേജ് പോലെയൊക്കെ ആണെങ്കിൽ സ്ക്രീനിൽ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് നമുക്ക് എന്ത് അലർട്ട് ഫംഗ്ഷൻ. എന്താണ് ഈസ്റ്റാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഈസ് നോട്ട് എ നമ്പർ എന്നാണ്. തന്നിരിക്കുന്ന ഗിവൺ സ്ട്രിംഗ് ആണെങ്കിൽ നമ്പർ അല്ല എങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, നമ്പർ ആണെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. നെക്സ്റ്റ് ക്യാരറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കട നമ്മളെ പർട്ടിക്കുലർ പൊസിഷനുള്ള ക്യാരക്ടർ റിട്ടേൺ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നമുക്ക് എന്ത് ഒരു പർട്ടിക്കുലർ
ക്യാരക്ടറിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ക്യാരറ്റ് ഫംഗ്ഷൻ. ഓക്കെ, അത് ചോദിച്ചിട്ടുള്ളതാണ്. 2025 ഇത്രയും ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെയൊക്കെ വരും എന്നൊരു ഐഡിയ ഇപ്പം തന്നെ കിട്ടും. ജസ്റ്റ് മാർച്ച് 2025 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സെയിം, ഏകദേശം ഒക്കെ സെയിം തന്നെ, മാറ്റമൊന്നുമില്ല. നോക്കാം. റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ബേസ്ഡ് ഓൺ ദി ഗിവൺ കോഡ് സെഗ്മെന്റ്. അതായത് var x, a, b, c, x is equal to all the best, a is equal to x dot to uppercase, b is equal to x dot length. ഔട്ട്പുട്ട് നോക്കാം. ഓപ്ഷൻ എയുടെ ആൻസർ എന്താണ് മക്കളെ? ഫസ്റ്റ് നോക്കാം. അലർട്ട് എ. അലർട്ട് എ എന്ന് പറഞ്ഞാൽ എയിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? എയിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? എക്സ് ഡോട്ട് ടു അപ്പർ കേസ് അല്ലെ? എക്സ് ഡോട്ട് ടു അപ്പർ കേസ് എന്നാണ്. എക്സ് ഡോട്ട് ടു അപ്പർ കേസ് ആണ് എയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എക്സ് ഡോട്ട് ടു അപ്പർ കേസ്. ഓക്കെ, അപ്പൊ എക്സ് ഡോട്ട് ടു അപ്പർ കേസ് എന്ന് പറയുമ്പോൾ ഗിവൺ സ്ട്രിങ്ങിനെ എല്ലാം എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും മക്കളെ? എല്ലാത്തിനെയും ക്യാപിറ്റൽ ലെറ്റർ അഥവാ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ എന്താ ആൻസർ മക്കളെ? ഓൾ ദ ബെസ്റ്റ് ക്യാപിറ്റൽ വരും. നെക്സ്റ്റ് അലർട്ട് ബി. അലർട്ട് ബി എന്ന് പറയുമ്പോൾ ബിയിൽ എന്ത് കിടക്കുന്നു? എക്സ് ഡോട്ട് ലെങ്ത് എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ എക്സിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് മക്കളെ? 1, 2, 3. ഓള് 3 ക്യാരക്ടേഴ്സ്. ഓക്കെ, ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട് 4, 5, 6, 7, 8, 9, 10, 11, 12. 12 സ്പേസ് അടക്കം 12. സ്പേസും കൂടെ കൂട്ടണം, ഒരിക്കലും മാറിപ്പോലെ സ്പേസ് അടക്കം കൂട്ടണം. നെക്സ്റ്റ് അലർട്ട് ഈസ് ഞാൻ ഓഫ് എക്സ്. അലർട്ട് ഈസ് ഞാൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ എക്സിൽ കിടക്കുന്ന ക്യാരക്ടർ നമ്മളെ എക്സിൽ കിടക്കുന്നത് നമ്മുടെ നമ്പർ ആണോ? നമ്പർ അല്ല. നമ്പർ അല്ല എങ്കിൽ ഈസ് ഞാൻ ഫംഗ്ഷൻ ആണ്. നമ്പർ അല്ല എങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. അതായത് മാർച്ച് 2025 എന്താ മക്കളെ? മാർച്ച് 2025 വേറൊരു വെർഷൻ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചു. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്സുകളൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരാറുള്ളത്. ജസ്റ്റ് നോക്കാം. റീറൈറ്റ് ദ ഗിവൺ ജാവാസ്ക്രിപ്റ്റ് കോഡ് സെഗ്മെന്റ് വിത്ത് സ്യൂട്ടബിൾ കോഡ് എലമെന്റ്സ്. ഡിസ്പ്ലേ ദ ഇവൻ നമ്പേഴ്സ് അപ് ടു 10 ഓൺ വെബ് പേജ്. ഇവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് 10 ഇവൻ നമ്പേഴ്സ്. അപ്പൊ എന്താണ് ഇവിടെ സ്ക്രിപ്റ്റ് എന്തായിരിക്കും ഇവിടെ വരുന്നത്? സ്ക്രിപ്റ്റ് ലാംഗ്വേജസ് ജാവാ സ്ക്രിപ്റ്റ് വരും അല്ലെ? അതായത് ഇവിടെ സ്ക്രിപ്റ്റ് വേണ്ട, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഇസ് ഈക്വൽ ടു ജാവാ സ്ക്രിപ്റ്റ്. ഓക്കെ, അവിടെ നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. n എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, കുഴപ്പമില്ല. n is equal to 2 മുതലെയാണ്. വൈൽ ഫസ്റ്റ് 10 ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൽ അപ്പോഴാണ് വൈൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ആണ്. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? എണ്ണം. ഡോക്യുമെന്റ് റൈറ്റ് n. ദെൻ നമ്മളെ n is equal to എന്തുവാടാ? n is equal to n plus 2 അല്ലെ? 2 വെച്ച് കൂടി പോകും. ഓക്കെ, ദെൻ എന്ത് ചെയ്ത് സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്താൽ അതിനെ ക്ലോസ് ചെയ്യും അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിക്കുന്നത് പ്രോഗ്രാം ഒക്കെ ചോദിക്കുന്നത് കേട്ടോ. അതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലും മാറിപ്പോയാല് മറന്നുപോയാല് ജസ്റ്റ് നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. അതായത് ഇവിടെ ഇത് ഡേറ്റ കൊടുത്തേക്കുന്നു, അതിന്റെ കറസ്പോണ്ടിങ് ഡേറ്റ ടൈപ്പ് പറയുക. 98445 നമ്പറാണ്. ഡബിൾ കോഡ്സ് സിംഗിൾ കോഡ്സ് ഒന്നും ഇല്ല. അപ്പൊ എന്തായിരിക്കും? നമ്പർ ഡേറ്റ ടൈപ്പ് അല്ലെ? നെക്സ്റ്റ് മൈ സ്കൂൾ. മൈ സ്കൂൾ എന്ന് പറയുമ്പോൾ ഡബിൾ കോഡ്സിലാണ്. അപ്പൊ എന്തുമായിരിക്കും? ഡബിൾ കോഡ്സിൽ എന്ത് കൊടുത്താലും അത് സ്ട്രിങ് ആയിരിക്കും. ട്രൂ. ട്രൂ ഡബിൾ കോഡ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ എന്തായിരിക്കും? ട്രൂ ആണെങ്കിൽ അത് ബൂളിയൻ ആയിരിക്കും അല്ലെ? ബൂളിയൻ ആയിരിക്കും. ദെൻ ഡബിൾ കോഡ്സിൽ ഫോൾസ്. ഡബിൾ കോഡ്സിൽ ഫോൾസ് ബൂളിയൻ ആണോ? അല്ല. കാരണം ഡബിൾ കോഡ്സിലാണ് എങ്കിൽ, ഡബിൾ കോഡ്സിലാണ് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എങ്കിൽ അത് മസ്റ്റ് ആയിട്ട് എന്തുമായിരിക്കും? അത് ബൂളിയൻ അല്ല, അതെന്തായിരിക്കും? സ്ട്രിങ് ആയിരിക്കും. ഡബിൾ കോഡ്സ് ട്രൂ ഫോൾസ് വന്നാലും സ്ട്രിങ് ആയിരിക്കും. മറക്കല്ലേ? ആൻസർ ഇവിടെ കൊടുത്തേ പോണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാവുന്നു. ജസ്റ്റ് നോക്കാം. ഇൻ ജാവാസ്ക്രിപ്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് കീവേഡ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഡേറ്റ ഇൻടു നമ്പർ ടൈപ്പ്. ഒരു ഡേറ്റ നമ്പർ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ നമ്മളെ ഓപ്ഷൻ ഡി നമ്പർ ഫംഗ്ഷൻ കേട്ടോ. മറക്കല്ലേ? ജസ്റ്റ് 2026 ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദി ഡേറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്? റൈറ്റ് ഡൗൺ ദ കീവേഡ് യൂസ്ഡ് ടു ഡിക്ലെയർ വേരിയബിൾസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഡേറ്റ ടൈപ്സിലേക്ക് നമ്മളെ സ്ട്രിങ്, ബൂളിയൻ, നമ്പർ ആണ് ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ.
വേരിയബിൾ ഡിക്ലറേഷൻ മക്കൾ ഏത് ഉപയോഗിച്ചിട്ടാണ്? വാർ കീവേഡ് ഉപയോഗിച്ചിട്ടായിരിക്കും വേരിയബിൾസ് ഡിക്ലറേഷൻ നടന്നത് അല്ലേ? അത് ജസ്റ്റ് ഓർത്തിരിക്കുക. ജസ്റ്റ് ലിസ്റ്റ് any 3 built-in functions of JavaScript and specify the use of each. alert ഫംഗ്ഷന്, then പിന്നെ ESTAN ഫംഗ്ഷൻ ടു അപ്പർ കേസ് ടു ലോവർ കേസ്, ക്യാരറ്റ് ലിങ്ക് പ്രോപ്പർട്ടി. ഇതിൽ ഏതെങ്കിലും മൂന്നെണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു കേട്ടോ, ഞാൻ വീണ്ടും പറയുന്നില്ല. ക്വസ്റ്റ്യൻസ് എന്നാണ്. ജസ്റ്റ് റൈറ്റ് എ ഫോർ ലൂപ്പ് ഇൻ JavaScript കോഡ് ടു ഡിസ്പ്ലേ ദ നമ്പേഴ്സ് ഫ്രം 1 to 10 ഇൻ എ വെബ് പേജ്. ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുന്ന ഒരു കോഡ് റൈറ്റ് ചെയ്യുക. ഇതിന്റെ വേറൊരു വെർഷൻ കോഡ് എവിടെ ചോദിച്ചു? സേ 2025 ചോദിച്ചു. ഓക്കെ, 1 തൊട്ട് 10 വരെ തന്നെയാണ്, പക്ഷേ 1 തൊട്ട് 100 വരെയാണ്. ഇത് 10 വരെ ഉള്ളു കേട്ടോ. 1 തൊട്ട് 100 വരെയാണ് മറ്റേ പ്രോഗ്രാം. പക്ഷെ ഇവിടെ നിന്നാണ് 1 തൊട്ട് 10 വരെ ഉള്ളു. അത് മാത്രമല്ല, അവിടെ പ്രത്യേകിച്ച് ലൂപ്പിന്റെ കാര്യം പറഞ്ഞേ പോലെ, പക്ഷെ ഇവിടെ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞേ പോലെ കേട്ടോ. ഫോർ ലൂപ്പ് ആണെങ്കിലും വൈൽ ലൂപ്പ് ആണെങ്കിലും നമ്മളെ സെയിം ഇത് തന്നെയാണ്, സെയിം ലോജിക്ക് തന്നെയാണ്. അതിന്റെ സിന്റാക്സിലുള്ള മാത്രം മാറ്റമുള്ളൂ കേട്ടോ, വേറെ മാറ്റമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഫോർ ലൂപ്പിന്റെ ഒക്കെ സിന്റാക്സ് പഠിച്ചു കേട്ടോ. അപ്പൊ സ്ക്രിപ്റ്റ് നമ്മൾ ബോഡി ടാഗിനുള്ളിലാണ് റൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ എന്താണ് ഇത് ഹെഡ് ടാഗിനുള്ളിൽ കൊടുക്കാറുണ്ട്. മാർച്ച് 2020 ക്വസ്റ്റ്യൻ എന്ന് പറയാം, റൈറ്റ് ദ നെയിംസ് ഓഫ് ഫോളോയിങ്. നെയിംസ് പറയുക. ഫസ്റ്റ്, ഓപ്പറേറ്റർ യൂസ്ഡ് ഫോർ ആഡിങ് 2 strings ഇൻ എ JavaScript. 2 സ്ട്രിങ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്താ മക്കളെ? സോറി, ഓപ്പറേറ്റർ എന്താണ്? പ്ലസ്. നെക്സ്റ്റ്, ഫംഗ്ഷൻ യൂസ്ഡ് ഇൻ JavaScript ടു കൺവേർട്ട് സ്ട്രിംഗ് ടൈപ്പ് ഡേറ്റ ടൈപ്പ് കണ്ടെയ്ൻ നമ്പേഴ്സ് ടു നമ്പർ ഡേറ്റ ടൈപ്പ്. അതായത് നമുക്ക് എന്താണ് സ്ട്രിങ്ങിനെ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? നമ്പർ ഫംഗ്ഷൻ. നെക്സ്റ്റ്, നെയിം ദി ഫോളോയിങ് built-in function used in JavaScript to get the character at a particular position in a string. നമ്മുടെ ഒരു സ്ട്രിങ്ങിനകത്തുള്ള ഒരു ക്യാരക്ടറിന്റെ പർട്ടിക്കുലർ പൊസിഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്താ മക്കളെ? char at function. നെക്സ്റ്റ്, built-in function in a JavaScript used to check whether a value is number or not. വാല്യൂ നമ്പർ ആണോ അല്ലയോ ചെക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താ മക്കളെ? ESTAN ഫംഗ്ഷൻ അല്ലേ? നെക്സ്റ്റ്, ഡേറ്റ ടൈപ്പ് യൂസ്ഡ് ഇൻ JavaScript ഫോർ റെപ്രസെന്റിങ് ട്രൂ ഓർ ഫോൾസ്. നമുക്കിപ്പോൾ ഈ പറഞ്ഞ JavaScript ട്രൂ ഓർ ഫോൾസ് ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഡേറ്റ ടൈപ്പ് എന്തുവാടാ? ബൂളിയൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു സെയിം കോൺസെപ്റ്റുകൾ തന്നെയാണ് അല്ലേ? നമുക്ക് ഈ ഡേറ്റ ടൈപ്സ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്, ദെൻ പിന്നെയാണെങ്കിൽ കോഡുകൾ, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സുകൾ, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സുകൾ, ആ ടോപ്പിക്കുകളൊക്കെ തന്നെ ഉള്ളു. അതായത് പർട്ടിക്കുലർ ടോപ്പിക്സുകളൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. ദെൻ അത് വീണ്ടും ഇവിടെ റിപ്പീറ്റ് എടുത്ത് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട എന്താണ് നമ്മളെ? ക്വസ്റ്റ്യൻസിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആ ഒരു ചാപ്റ്റർ ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിനൊക്കെയാണ് ഒരു 1 ഷോട്ട് റിവിഷൻ എന്ന് പറഞ്ഞാൽ. സോ ഈ കാര്യങ്ങളൊക്കെ മാക്സിമം എടുത്ത് യൂസ് ചെയ്യുക. ഓക്കെ, യെസ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് കണ്ടന്റ്സുകളും വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യാം? നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേസ്. ബൈ.